ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളൊക്കെ സ്കിൻ കെയർ റുട്ടീനും അതോടൊപ്പം തന്നെ കുറേ അധികം പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങിച്ച് ട്രൈ ചെയ്യുന്ന ആൾക്കാരാണല്ലേ. നമ്മുടെ സ്കിന്നൊക്കെ ഗ്ലോ ആകാനും യൂത്ത്ഫുൾ ആക്കി വെക്കാനും ബ്രൈറ്റൻ ചെയ്യാനും അങ്ങനെയൊക്കെ പല കാര്യങ്ങൾക്ക്. അപ്പോൾ നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു പേരാണ് ഈ നൈറ്റ് ക്രീംസ് നമ്മൾ കേൾക്കാറുണ്ട്. അപ്പോൾ യൂസ് ചെയ്യുന്നവർക്ക് അതിൻ്റെ ബെനിഫിറ്റ്സും ഡീറ്റെയിൽസൊക്കെ അറിയാം. പക്ഷേ ഇത് യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് ഈ നൈറ്റ് ക്രീം ഞാൻ നൈറ്റ് കെയർ റുട്ടീനിൽ ഫോളോ അപ്പ് ചെയ്ത് പോകണോ, ഇത് വാങ്ങണോ എന്നുള്ള ഡൗട്ടൊക്കെ ഉണ്ടാവും. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ്, കുറച്ചൊന്ന് നിങ്ങൾക്ക് ക്ലാരിറ്റി വരുത്തുന്ന രീതിക്കുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ. ഒരു കാര്യമല്ല, പല കാര്യങ്ങളും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ നൈറ്റ് ക്രീം വാങ്ങണമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഈ നൈറ്റ് ക്രീം എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ബ്യൂട്ടി സ്ലീപ്പ് എന്ന് പറയും. അതിന് കാരണം മറ്റൊന്നുമല്ല, നൈറ്റ് ക്രീം നമ്മൾ നൈറ്റിലാണല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇത് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് കിടന്നുറങ്ങാണല്ലോ. അപ്പോൾ ആ ഉറങ്ങുന്ന സമയത്ത് നല്ല രീതിക്ക് നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ ഫേസൊക്കെ സ്കിന്നിനെ നന്നായിട്ട് റിപ്പയർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നതാണ് നൈറ്റ് ക്രീംസ് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റ് ക്രീം നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ച് ഡൗട്ട് ഉണ്ടാവും. എല്ലാവരും നൈറ്റ് ക്രീം ആണല്ലോ, ഞാൻ ഉറങ്ങുന്നതിന് തൊട്ട് മുന്നേ അപ്ലൈ ചെയ്തിട്ട് കിടന്നാൽ മതി എന്നായിരിക്കും ചിലരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ അങ്ങനെയല്ല. ഒരിക്കലും നമ്മൾ ഉറങ്ങുന്നതിന് ജസ്റ്റ് കുറച്ച് മുന്നേ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല. അപ്പോൾ നൈറ്റ് ക്രീം എപ്പോഴും നമ്മൾ ഉറങ്ങുന്നതിനൊരു 1 മണിക്കൂറോ അല്ലെങ്കിൽ മാക്സിമം ഒരു 2 മണിക്കൂർ മുന്നേ എങ്കിലും നിങ്ങൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പം നമ്മുടെ സ്കിന്നിൻ്റെ ആ ഒരു എന്തെങ്കിലും ഡാമേജസ് ഉണ്ടെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യാനും സ്കിന്നൊന്ന് ആൻറ്റി ഏജിനിങ് ഒക്കെ ആക്കാനും ഒന്ന് ബൂസ്റ്റ് ചെയ്യാനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഞാൻ തിരിച്ചു വന്നു. എനിക്കൊരു കോൾ വന്നു കേട്ടോ. അതാണ് ഞാൻ കട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് വരുമ്പോൾ എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ, മനസ്സിലാവോ ഇല്ലയോ എന്ന്. ഞാൻ എന്താണെങ്കിലും ജസ്റ്റ് ആ പറഞ്ഞത് പെട്ടെന്ന് തീർത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യാന്നുള്ള രീതിക്ക് പോയിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ട്. അപ്പോൾ നമ്മുടെ സെൽസിന് നല്ല രീതിക്ക് റിപ്പയർ ചെയ്യുക, ഡാമേജസ് ഒക്കെ ഉണ്ടെങ്കിൽ റിപ്പയർ ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ പറയും. ഇത് മാത്രമല്ല, കോളജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യും. നമ്മുടെ സ്കിന്നൊക്കെ നമുക്ക് വലിച്ചിൽ അല്ലെങ്കിൽ ചുളിവൊക്കെ വരുന്നത് ഈ കോളജൻ്റെ ആ ഒരു അളവ് കുറയുമ്പോഴാണ് കേട്ടോ. അപ്പോൾ കോളജൻ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് ആൻറ്റി ഏജിനിങ്, അതോടൊപ്പം തന്നെ കോംപ്ലക്ഷൻ, പിന്നെ അണീവൻ ആയിട്ടുള്ള ടോണൊക്കെ ചേഞ്ച് ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതിന് ഇൻഗ്രീഡിയൻസ് വൈസ് അനുസരിച്ചാണ് ഈ ഒരു ബെനിഫിറ്റ്സ് ഒക്കെ കിട്ടുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ നൈറ്റ് ക്രീം തന്നെ എടുക്കുമ്പം നമ്മുടെ കൺസേൺ, അപ്പോൾ എൻ്റെ ആ ഒരു പ്രോബ്ലംസ് ആയിരിക്കില്ല നിങ്ങൾക്ക് ഒരുപക്ഷെ ഉണ്ടാവുന്നത്. അപ്പോൾ അവനവൻ്റെ പ്രശ്നങ്ങൾ അനുസരിച്ചിട്ടുള്ള നൈറ്റ് ക്രീംസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ചൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീംസ് ഓൾമോസ്റ്റ് നമ്മൾ നൈറ്റ് ക്രീം എന്ന് പറയുമ്പോൾ തന്നെ റെറ്റിനോൾ നമ്മൾ എല്ലായിടത്തും കേൾക്കുന്നത് അല്ലേ. റെറ്റിനോൾ എന്ന് പറയുന്നത് വൈറ്റമിൻ എ ആണ്. അപ്പോൾ റെറ്റിനോൾ ബേസ് ആയിട്ടുള്ള നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പം നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് വെച്ചാൽ കോംപ്ലക്ഷൻ ഇൻക്രീസ് ചെയ്യും, ബ്രൈറ്റ്നസ് ഒക്കെ കൊണ്ടുവരും, പിന്നെ കോളജൻ നല്ല രീതിക്ക് ബൂസ്റ്റ് ചെയ്യും. അപ്പോൾ ചുളിവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ല യൂത്ത് ആയിട്ടുള്ള യങ് ആയിട്ടുള്ള സ്കിന്ന് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ കിട്ടുന്നതെന്ന് വെച്ചാൽ പിഗ്മെൻറ്റേഷൻ, ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ, മെലസ്മ പോലത്തെ കാര്യങ്ങളൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ സെൽസ് നല്ല രീതിക്ക് ഇൻ കേസ് ഡാമേജ്ഡ് ആണെങ്കിൽ അതൊക്കെ റിപ്പയർ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ കുറേ അധികം ബെനിഫിറ്റ്സ് റെറ്റിനോൾ നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. പക്ഷേ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ ഓവറായിട്ട് എമൗണ്ട് എടുത്തിട്ട് നമ്മുടെ ഫേസിലൊന്നും അപ്ലൈ ചെയ്യാൻ പാടില്ല. കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഡോട്ട് വൈസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിക്ക് ജെന്റിലി അപ്വേർഡായിട്ട് മസാജ് ചെയ്യുകയാണ് വേണ്ടത്. ഒരുപാട് നമ്മൾ ഇങ്ങനെ വെച്ച് മസാജ് ചെയ്യാനും പാടില്ല. റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നൈറ്റ് ക്രീം യൂസ് ചെയ്യേണ്ട ആ ഒരു സ്റ്റെപ്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ മോർണിംഗ് ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ രാത്രിയിലും നമ്മൾ മസ്റ്റായിട്ടും ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ക്ലെൻസ് ചെയ്യുമ്പോൾ മാക്സിമം രാത്രിയിൽ നമ്മൾ സൺസ്ക്രീനൊക്കെ റീഅപ്ലൈ ഒക്കെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് മോയ്സ്ചറൈസറും അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഇടുന്നതുകൊണ്ട് നമ്മൾ മാക്സിമം ഡബിൾ ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു ക്ലെൻസിങ് ഓയിൽ ചൂസ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് വാഷ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഫേസ് വാഷ് യൂസ് ചെയ്യുക. നമ്മുടെ സ്കിന്നനുസരിച്ചിട്ടുള്ള ക്ലെൻസർ വേണം യൂസ് ചെയ്യാൻ വേണ്ടി. പിന്നെ ഒന്ന് ബാറ്ററി ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ അടുത്തായിട്ട് ചെയ്യേണ്ടത് ടോണർ യൂസ് ചെയ്യുക. ടോണർ യൂസ് ചെയ്യാൻ നല്ലതാണ് കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിന് ഹൈഡ്രേഷനൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഞാനിപ്പോൾ സ്ഥിരമായിട്ട് ടോണർ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ടോണർ ഏതാണ് ബെസ്റ്റ് ടോണർ എന്നുള്ള കാര്യങ്ങൾ അഫോർഡബിൾ പ്രൈസിൽ വാങ്ങാൻ പറ്റുന്നത് പിന്നെ ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ടോണർ കഴിഞ്ഞാൽ നമ്മൾ സിറംസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിറംസ് യൂസ് ചെയ്തിട്ട് നമുക്ക് നൈറ്റ് ക്രീം യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീം നല്ല രീതിക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൻ്റെ ആ ഒരു നന്നായിട്ട് പ്രിക്കോഷൻസ് ഒക്കെ വായിച്ചിട്ട് വേണം. റെറ്റിനോൾ ആണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ച് മാത്രം അപ്ലൈ ചെയ്യുക, ഓവറായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ റെറ്റിനോൾ അപ്ലൈ ചെയ്താൽ നമ്മൾ മസ്റ്റായിട്ടും സൺസ്ക്രീൻ പിറ്റേ ദിവസം ഇട്ടിരിക്കണം. ഇൻ കേസ് റെറ്റിനോൾ അല്ല ഏത് നൈറ്റ് ക്രീം ആണെങ്കിലും നമ്മൾ രാവിലെ മസ്റ്റായിട്ടും സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിരിക്കണം. എങ്കിലേ ഉള്ളൂ നമ്മുടെ സ്കിന്നിന് ആവശ്യമായിട്ടുള്ള പ്രൊട്ടക്ഷൻ കിട്ടുള്ളൂ.
അത് നിങ്ങളൊന്ന് ഓർക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നൈറ്റ് ക്രീമിൻ്റെ റുട്ടീൻ വൈസ് നോക്കുകയാണെങ്കിൽ നൈറ്റ് ടൈമിൽ എങ്ങനെയാണ് സ്കിൻ കെയർ ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. നൈറ്റ് ക്രീം അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് ഫേസിൽ മാത്രം അപ്ലൈ ചെയ്തിട്ട് പോകരുത്, നമ്മുടെ നെക്കിലും അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു കോളജൻ്റെ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് ലെസ്സൊക്കെ ആകുമ്പം ഏറ്റവും എടുത്ത് നമ്മൾ അറിയുന്നത് നമ്മുടെ മുഖത്തിനേക്കാൾ ഈ കഴുത്തൊക്കെ ഇങ്ങനെ വലിഞ്ഞ് ചുളിഞ്ഞ് വരും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കഴുത്ത് വിടരുതെന്ന് പറയുന്നത്. അപ്പോൾ മോയ്സ്ചറൈസർ ആണെങ്കിലും എന്ത് സംഭവമാണെങ്കിലും നമ്മൾ കഴുത്ത് വിടാൻ പാടില്ല. ഫേസിൽ മാത്രം അപ്ലൈ ചെയ്താൽ നമുക്ക് എക്സാക്റ്റ് ബെനിഫിറ്റ് കിട്ടില്ല കേട്ടോ. അതോടൊപ്പം തന്നെ നൈറ്റ് ക്രീം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കൺസേൺ അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക, പിന്നെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് ചൂസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ആക്നീസ് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ അതിനെ ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്രീംസ് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഉള്ള നൈറ്റ് ക്രീംസ് ഒക്കെ യൂസ് ചെയ്യുക. പിന്നെ അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ ആ ഒരു സ്കിൻ ടോൺ ഒന്ന് ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യാനുള്ള അങ്ങനത്തെ ടൈപ്സ് ഒക്കെ വാങ്ങുക. പിന്നെ അടുത്തതായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് വാങ്ങണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നോർമൽ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നുകാർക്ക് ക്രീമി ടെക്സ്ചർ ആയിരിക്കും നമ്മൾ വാങ്ങേണ്ടത്. അതോടൊപ്പം തന്നെ എന്നെപ്പോലെ ഓയിലി അല്ലെങ്കിൽ കോമ്പിനേഷൻ ആയിട്ടുള്ള സ്കിന്നുകാരാണ് നിങ്ങളെങ്കിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് ജെൽ ബേസ് ആയിട്ടുള്ള ടെക്സ്ചർ ആയിട്ടുള്ള ക്രീംസ് ആണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ആകെപ്പാടെ ഇത്ര എമൗണ്ട് മാത്രമേ ഉള്ളൂ ഞാൻ അപ്ലൈ ചെയ്യുന്നുള്ളൂ. ഇത് ഞാൻ ഫേസിലും അതുപോലെ തന്നെ നെക്കിലും, ഇതിപ്പം ഫേസിൽ മാത്രം അപ്ലൈ ചെയ്യാനുള്ള ക്വാണ്ടിറ്റി ഉള്ള എടുത്തിട്ടുള്ളൂ കേട്ടോ. നെക്കിൽ നമ്മൾ എടുക്കുമ്പോൾ കുറച്ചുകൂടെ എടുക്കുക. എന്നിട്ട് സർക്കുലർ മോഷനിൽ അപ്വേർഡായിട്ട് വേണം കേട്ടോ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകും. അപ്വേർഡായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് സർക്കുലർ മോഷനിൽ ജെൻറ്റിലായിട്ട് മസാജ് ചെയ്യണം. ഒരുപാട് ഹെവി ആയിട്ടല്ല, പതിയെ ഇങ്ങനെ ടൈം എടുത്ത് വേണം മസാജ് ചെയ്യാനായിട്ട്. ശരിക്കും നാച്ചുറൽ ആയിട്ടുള്ളൊരു ബ്രൈറ്റനിങ്, അതായത് നമ്മുടെ ഏജിങ് പ്രോസസ്സൊക്കെ നല്ലോണം റിവേഴ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതിന് കാരണം ഇതിൽ വൈറ്റമിൻ സി ഉള്ളത് കൊണ്ടാണ്. പിന്നെ ഹൈലറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലൊരു പ്ലംപി ആയിട്ടുള്ള സ്മൂത്ത് ആയിട്ടുള്ള ഒരു സ്കിന്നാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസേഷൻ. ഒട്ടും തന്നെ സ്റ്റിക്കി ഫീൽ ഒന്നും ഇല്ല കേട്ടോ. ഈ റെറ്റിനോൾ ക്രീംസ് ഒക്കെ മെയിൻലി അപ്ലൈ ചെയ്യുമ്പോഴേ ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഭയങ്കര ഒരു ഇൻസ്റ്റൻറ്റ് കൂളിങ്, ഒരു തണുപ്പ് നമുക്ക് അനുഭവപ്പെടും. അപ്പം നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ വൈറ്റമിൻ സി ഇൻക്ലൂഡ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ, ക്ലെൻസർ, ടോണർ, സിറം ഒന്നും ഇതിന് മുന്നേ അപ്ലൈ ചെയ്യരുത്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം. നല്ല നൈറ്റ് ക്രീംസിൻ്റെ ലിസ്റ്റ് ഔട്ട് ഞാനിവിടെ വ്യൂ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനിയിപ്പം ഏതാണ് നിങ്ങളുടെ സ്കിൻ ടൈപ്പിനൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ അതിന് ബേസ് ചെയ്തിട്ട് നല്ല നൈറ്റ് ക്രീം ഏതൊക്കെയാണെന്ന് ഞാൻ വേണേൽ കമൻറ്റ് ചെയ്തേക്കാം. ഓയിലി സ്കിൻ ആണെങ്കിൽ നിങ്ങൾ ലാക്റ്റിക്കും ഗ്ലൈക്കോളിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള നൈറ്റ് ക്രീംസ് വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനത്തെ ക്രീംസ് വാങ്ങുമ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഈ ഒരു ഇൻഗ്രീഡിയൻസ് ഒരിക്കലും നമ്മുടെ ഈ പോഴ്സ് ഉണ്ടല്ലോ ക്ലോഗ് ചെയ്യാമല്ലോ കേട്ടോ. പിന്നെ നൈറ്റ് ക്രീംസ് എപ്പോഴും നമ്മൾ വാങ്ങുമ്പം ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ആൻറ്റി ഏജിനിങ് ആയിട്ടുള്ള ക്രീംസ് വാങ്ങാൻ വേണ്ട, അങ്ങനത്തെ ക്രീംസ് തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ നൈറ്റ് ക്രീമിനെ കുറിച്ചിട്ട് പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ടാറ്റാ. അപ്പോൾ നൈറ്റ് ക്രീം വാങ്ങണോ, അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളും ഇമ്പോർട്ടൻസും, എങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നൈറ്റ് കെയർ റുട്ടീൻ ഫോളോ അപ്പ് ചെയ്യേണ്ടത്, നൈറ്റ് ക്രീമിൻ്റെ യൂസേജിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ.